അധ്യാപകരാണോ ആരാച്ചാർമാരാണോ കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ പഠിപ്പിക്കുന്നത്? അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിൻ്റെ മരണം അധികാരഗർവും വിവേചനവും ചേർന്ന് നടത്തിയ ക്രൂരമായ കൊലപാതകമാണ്. പുറത്തുവരുന്ന വാർത്തകൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചേർന്നതല്ല, മറിച്ച് ഒരു ടോർച്ചർ സെല്ലിന് സമാനമായ സാഹചര്യമാണ് അവിടെയുള്ളത്. അധ്യാപകർ ആരാച്ചാരായി മാറുന്നു. ഒന്നാം വർഷ വിദ്യാർത്ഥികളെ കൂട്ട തോൽവിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവർ വീണ്ടും 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 പ്രതികാര നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നാം വർഷ പരീക്ഷയ്ക്ക് മുമ്പ് 3 ഇന്റേണൽ എക്സാമുകളാണ് കുട്ടികൾക്കുള്ളത്. ഈ 3 ഇന്റേണൽ എക്സാമുകളിൽ നിന്ന് 2 ഇന്റേണൽ എക്സാമുകൾ പാസ്സായാൽ മാത്രമേ ആനുവൽ എക്സാമിന് കുട്ടികൾക്ക് യോഗ്യത നേടാൻ കഴിയൂ എന്നിരിക്കെ നിതിൻ രാജിൻ്റെ കൊലപാതകത്തിൻ്റെ പോർവിളികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കലാലയത്തിൽ 2ാം ഇന്റേണൽ എക്സാമിനേഷനിൽ ബയോകെമിസ്ട്രിയിൽ 100 പേരെയും തോൽപ്പിച്ചു. ഇരയ്ക്ക് വേണ്ടി സമരം ചെയ്ത കുട്ടികളാണ് പീഡിപ്പിക്കപ്പെട്ടത്. ചോദ്യം ചെയ്യുന്ന കുട്ടികളെ തോൽപ്പിക്കാൻ ഇന്റേണൽ അസസ്മെന്റ് തൊട്ട് പ്രാക്ടിക്കൽ പരീക്ഷ വരെ ആയുധമാക്കുന്ന ഈ അഞ്ചരക്കണ്ടിയിലുള്ള ദന്തൽ കോളേജിന്റെ ധാർഷ്ട്യത്തെ നിയന്ത്രിച്ചേ പറ്റൂ. ഇത്തരം പുഴുക്കുത്തുകളെ ഇല്ലാതാക്കിയേ പറ്റൂ. അതിൽ കാലവിളംബം അരുത്. ഇന്റേണൽ മാർക്ക് എന്ന ഏടാകൂടം എടുത്തു കളഞ്ഞാൽ തന്നെ കുട്ടികൾ പലതരം പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. നിതിൻ രാജിന്റെ ക്ലാസ്സിൽ മൊത്തം 101 പേരുണ്ടായിരുന്നു. നിതിൻ രാജ് ഓർമ്മയായ ശേഷം ബാക്കിയുള്ളത് 100 പേർ. 100 സീറ്റുകൾ മാത്രം അനുവദിച്ചിട്ടുള്ള കോളേജിൽ 101 പേർക്ക് എങ്ങനെ അഡ്മിഷൻ കൊടുത്തു എന്നത് ചോദ്യചിഹ്നമാണ്. നിയമങ്ങൾ കാറ്റിൽ പറത്തി എന്ത് തോന്നിവാസവും ചെയ്യാവുന്നതിന് ഉത്തമ ഉദാഹരണമാണിത്. ഒന്നാം വർഷ പരീക്ഷയ്ക്ക് മുമ്പ് 101 സ്റ്റുഡൻസിൽ നിന്നും കോളേജ് സ്റ്റുഡൻസിന്റെ എണ്ണം 100 ആക്കണം എന്നതായിരുന്നു മാനേജ്മെന്റ് റാമിന് നൽകിയ ടാർഗറ്റ്. ആ ലക്ഷ്യത്തിന് വേണ്ടി ബലി കൊടുത്തതാണോ നിതിൻ രാജിനെ? സംശയങ്ങൾ അവസാനിക്കുന്നില്ല. മാനേജ്മെന്റ് പ്രതിനിധികൾ ഇപ്പോഴും തിരശ്ശീലയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് കളി തുടരുകയാണ്. 100 കുട്ടികൾ പഠിക്കേണ്ടിടത്ത് ലക്ഷക്കണക്കിന് കോഴ വാങ്ങി 101 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്ത് യൂണിവേഴ്സിറ്റി നടത്തുന്ന ആനുവൽ പരീക്ഷയ്ക്ക് മുമ്പ് 101-ൽ നിന്ന് അഡ്മിഷൻ 100 കുറയ്ക്കാൻ ഒരു കുട്ടിയെ ഒഴിവാക്കിയേ പറ്റൂ. വേട്ടക്കാരൻ റാം ആ ജോലി ഭംഗിയായി നിർവഹിച്ചു. നിതിൻ രാജിനെ കോളേജിൽ നിന്ന് എന്നേക്കുമായി മാച്ചുകളഞ്ഞു. ഈ സാഹചര്യത്തിൽ നിതിൻ രാജിന് നീതി ലഭിക്കാനും അവിടെ പഠിക്കുന്ന മറ്റു കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുകയും വേണം. അടിയന്തരമായി കോളേജ് അടച്ചുപൂട്ടുക. അന്വേഷണം പൂർത്തിയാകുന്നതുവരെയും കോളേജിന്റെ പ്രവർത്തനം നിർത്തിവെക്കണം. വിദ്യാർത്ഥികളെ മറ്റ് കോളേജുകളിലേക്ക് മാറ്റുക. ഭയരഹിതമായി പഠിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ നിലവിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റ് കോളേജുകളിൽ സീറ്റ് നൽകി അവരുടെ പഠനവും സുരക്ഷയും സർക്കാർ ഉറപ്പാക്കണം. പുതിയ അഡ്മിഷൻ തടയുക. കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുകയും നിതിൻ രാജിന്റെ ജീവൻ കവർന്നെടുക്കുകയും ചെയ്ത ഗുണ്ടാവിളയാട്ടം നടക്കുന്ന ഈ അഞ്ചരക്കണ്ടിയിലുള്ള സ്ഥാപനത്തിൽ പുതിയ ബാച്ചുകളെ പ്രവേശിപ്പിക്കരുത്. അവരെ കൂടി അപകടത്തിലാക്കാനേ അത് സഹായിക്കൂ. അന്വേഷണം തീരുന്നതുവരെ പുതിയ അഡ്മിഷനുകൾക്ക് വിലക്കേർപ്പെടുത്തണം. അംഗീകാരം സ്ഥിരമായി റദ്ദാക്കുക. കൊലപാതകമോ സമാനമായ ക്രൂരതയോ നടന്നുവെന്ന് തെളിഞ്ഞാൽ ഈ കോളേജിന്റെ ലൈസൻസ് സ്ഥിരമായി റദ്ദാക്കി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണം. അധ്യാപകർ വിധികർത്താക്കളാകുന്ന, മാനേജ്മെന്റ് ഗുണ്ടകളെ ഇറക്കുന്ന ഈ വിചാരണ മുറികൾ കേരളത്തിന് അപമാനമാണ്. ലോൺ ആപ്പ് എന്ന പുകമറ ഉപയോഗിച്ച് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അനുവദിക്കരുത്. ലക്ഷക്കണക്കിന് രൂപയാണ് മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, അൺഎയ്ഡഡ് കോളേജുകൾ തലവരി പണമായും ബിൽഡിംഗ് ഫണ്ടായും പിരിച്ചുകൂട്ടുന്നത്. വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷകർത്താക്കളിൽ നിന്നും അന്യായമായ തുക ഇവർ പല പേരിൽ ഈടാക്കി വരുന്നുണ്ട്. ഇതാരും ചോദ്യം ചെയ്യുന്നില്ല. കുട്ടികളുടെ ഭാവിയോർത്ത് രക്ഷകർത്താക്കൾ അതിന് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യാതൊരുവിധ പണമിടപാടുകളും പാടില്ലെന്നും ബാങ്ക് ഓൺലൈനുകളിലൂടെ മാത്രമേ ഇടപാടുകൾ നടത്താവൂ എന്നും കർശനമായ നിയമം കൊണ്ടുവരണം. പലതരത്തിലുള്ള പണമിടപാടുകൾ നിയന്ത്രിക്കുവാനും അത് കണ്ടെത്തുവാനും ഇത് സഹായിക്കും. കോളേജ് ഫീസ്, ഹോസ്റ്റൽ ഫീസ്, ബസ് ഫീസ്, യൂണിഫോം ഫീസ്, ബുക്ക് ഫീസ്, എക്സാം ഫീസ് എന്നിങ്ങനെ ഓരോ വർഷത്തിൻ്റെയും തുടക്കത്തിൽ തന്നെ 1 വർഷത്തേക്കുള്ള തുക മൊത്തമായി പിരിച്ചെടുത്ത് കോടികൾ സമ്പാദിക്കുന്ന ഈ സ്വകാര്യ മാനേജ്മെന്റുകൾ അധ്യാപകർക്ക് കൊടുക്കുന്നതാകട്ടെ നാമമാത്രമായ ശമ്പളവും. 1.5 ലക്ഷം രൂപ സർക്കാർ ഫീസ് നിശ്ചയിച്ച ഒരു കലാലയത്തിൽ
രക്ഷകർത്താക്കളുടെ കയ്യിൽ നിന്നും സർവീസ് ചാർജായി 10,000 രൂപ കൂടി അധികമായി വാങ്ങിച്ച് തടിച്ചു കൊഴുക്കുന്ന ഭീകരന്മാരാണ് ഈ മാനേജ്മെന്റുകൾ. ഇന്റേണൽ മാർക്ക് എന്ന തുറുപ്പ് ചീട്ട് ചോദ്യം ചെയ്യുന്നവന്റെ നേർക്ക് അവർ ആഞ്ഞു വീശും. കുട്ടികളുടെ ഭാവിയോർത്ത് ആരും പ്രതികരിക്കാറില്ല. ഇതിനൊക്കെ ഒരു അറുതി വന്നില്ലെങ്കിൽ നമ്മുടെ കലാലയങ്ങളിൽ ഇനിയും രക്തക്കറകൾ കൊണ്ട് കളങ്കിതമാവും. ആര് ഭരിച്ചാലും അധികാരത്തിന്റെ തണൽ കിട്ടുന്നവരാണ് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നത്. ദേ ഹാവ് മണി പവർ ആൻഡ് മസിൽ പവർ. പശുവും ചത്ത് മോരിലെ പുളിയും പോയി എന്ന മട്ടിൽ അന്വേഷണം പോയാൽ നമ്മുടെ സത്യസന്ധത കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുക. ഇരകൾക്ക് നീതി കിട്ടിയേ പറ്റൂ, അവർ ആരായിരുന്നു.